നമസ്കാരം. മരണപ്പെട്ട് കുറേ കാലങ്ങളായിട്ടും ഭാര്യമാരുടെ നിറസാന്നിധ്യത്തിൽ ഇന്നും ചർച്ചാ വിഷയമായി തുടരുന്ന നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ കൊല്ലം തുളസിയെ പറ്റിയാണ് ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വെച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം മകൻ്റെ ചങ്ങാതിയും കഴിഞ്ഞ ദിവസം ലൈവിൽ വരികയുണ്ടായി. വന്നിട്ട് കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈ പയ്യൻ പറയുന്ന കാര്യങ്ങളാകട്ടെ അപ്പൻ്റെ ജീവിത ശൈലിയും അപ്പൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഒപ്പം തന്നെ അപ്പൻ 100% നല്ല വ്യക്തിയാണെന്നും അമ്മമാരെ പറ്റിയാണ്, പ്രത്യേകിച്ചും അച്ഛൻ്റെ രണ്ടാനമ്മ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റിയാണ് അദ്ദേഹം രണ്ടാനമ്മയും മൂന്നാനമ്മയും പറ്റിയും പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ആദ്യം തന്നെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഈ ലൈവിന് ഇടയിൽ ആ പയ്യൻ ഒരു കാര്യം പറഞ്ഞു. 3-ാം വയസ്സ് മുതൽ അദ്ദേഹത്തെ വളർത്തിയത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനും മുത്തശ്ശി ആണ് അദ്ദേഹത്തെ വളർത്തിയെന്ന് അവകാശപ്പെടുന്നു. പോരാത്തതിന് അപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എന്തോ അപ്പനെ മാനസികരമായി വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു പോയി. അതിൽ നിന്നും ആ ഡിസ്പ്രഷനിൽ നിന്നും പുറത്തു കിടക്കാൻ അദ്ദേഹത്തിന് സമയമെടുത്തു. അതിനിടയിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചർച്ചകൾ, മൂന്നാനമ്മയും അതിനെപ്പറ്റിയുള്ള കുറേ ചർച്ചകളും, അതിൻ്റെ ഇടയ്ക്ക് രണ്ടാനമ്മ എവിടുന്നോ പ്രത്യക്ഷപ്പെടുന്നു, അവരവരുടെ കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ ആ വീഡിയോയിൽ ഉടനീളം ആ പയ്യൻ വളരെ സമയമെടുത്താണ് സംസാരിക്കുന്നത്. പയ്യൻ്റെ കൂട്ടുകാരനും കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു കാര്യം പറയുകയാണെങ്കിൽ, കിച്ചുമോൻ പറയുന്ന കാര്യം എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൻ്റെ രണ്ടാം വിവാഹ ശേഷം ഉള്ള കാലങ്ങൾ ആ അമ്മ അപ്പനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിവാഹം കഴിച്ചെത്തിയത്. പിന്നെ അവരും തമ്മിൽ നിരന്തരം വഴക്കും വയ്യാവലിയും ഫൈനാൻഷ്യലി പ്രോബ്ലം എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കിച്ചുമോൻ അവകാശപ്പെടുന്നത്. ഒരു 20 വയസ്സിന് താഴെയുള്ള പ്രായക്കാരായ ചെറുപ്പക്കാർ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ആര് തന്നെയാണെങ്കിലും, ദാമ്പത്യ ജീവിതത്തിൽ പേരൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ ഒരിക്കലും അറിയാൻ സാധിക്കില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേരൻസ് നമ്മുടെ മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലെ ബിഹേവിയർ ആയിരിക്കുകയല്ല അവരുടെ വ്യക്തിപരമായ സ്വകാര്യ ജീവിതത്തിൽ. അതൊരിക്കലും നമുക്ക് തിരിച്ചറിയാനും പറ്റുകയില്ല. അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഏകദേശം നമ്മളും ആ ഒരു മെച്യൂരിറ്റിയിലേക്ക്, ആഫ്റ്റർ 30 ഇയേഴ്സിലേക്ക് നമ്മൾ എത്തണം. നമ്മളും വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ആ വിവാഹ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏകദേശമൊക്കെ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്തടത്തോളം കാലം നമുക്കൊരിക്കലും അതിൻ്റെ പൂർണ്ണരൂപം നമുക്കറിയാൻ സാധിക്കുകയില്ല. അതല്ലെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം അവരുടെ ഒപ്പം ജീവിച്ചാലേ ഉള്ളൂ വീട്ടിൽ നടക്കുന്ന എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാനൊക്കെ ഉള്ളൂ. ഈ കുട്ടിയാവട്ടെ 3 വയസ്സ് മുതൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പം മകൻ ഈ കിച്ചുവിന് പറഞ്ഞു കേട്ടുള്ള അനുഭവങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോഴത്തേക്ക് കാണുന്ന അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ആ വിഷ്വൽസിനെ വെച്ചുള്ള ഒരു വിലയിരുത്തൽ ആ പയ്യന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ആ പയ്യനെന്നല്ല, ഏത് കുട്ടികൾക്കാണേലും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലൊന്നും ആ കാര്യത്തെ കൂടുതലായിട്ട് ആ കാര്യ ഗൗരവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഒരിക്കലും ആർക്കും ഒരു കുട്ടിക്കും ഉണ്ടായെന്ന് വരികയല്ല. വീണ എന്നോ മറ്റോ തോന്നുന്നു. അവരാണ് നിരന്തരം വഴക്കും വയ്യാവലി ഉണ്ടാക്കി തന്നെയാണ് അവർ പിരിഞ്ഞത് എന്ന് പറയുന്നു. അത്തരം ഒരു സ്വഭാവക്കാരിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ അവർ കിറിവിച്ചുള്ള സംസാര ശൈലി അവർ ഫോളോ ചെയ്തേനെ. അതായത് അദ്ദേഹത്തിൽ നിന്നും ഞാൻ പിരിഞ്ഞു വന്നത് നന്നായി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൂടെ തൊലഞ്ഞു പോയേനെ, അല്ലെങ്കിൽ ആ ഒരു ശൈലി. അങ്ങനെ ഡയറക്റ്റ് അത് പറയണമെന്നില്ല, പക്ഷെ അത്തരം ഒരു ശൈലി അവരുടെ ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാനാകുമായിരുന്നു. പക്ഷെ അത്തരം ശൈലികളൊന്നും അവരുടെ അഭിമുഖം കണ്ടിട്ടുള്ള, ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്കും അവകാശപ്പെടാൻ പറ്റുകയല്ല. സുധിച്ചേട്ടനോട് ശത്രുത മനോഭാവം അവർ വെച്ച് പുലർത്തിയിട്ടില്ല. അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഞാനിത് ഇൻ്റർവ്യൂവിൽ വരണമെന്ന് ആഗ്രഹിച്ചല്ല, ക്യാമറയുടെ മുമ്പിലൊന്നും വരണമെന്ന് ആഗ്രഹിച്ചല്ല, എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തി വേണു അഭിമുഖം
കൊടുക്കുകയൊക്കെ ഉണ്ടായി. അതിനെ അടിസ്ഥാനപ്പെടുത്തി എനിക്കിനി അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കേണ്ട ജനങ്ങളുടെ മുമ്പിൽ വന്ന് അതിൻ്റെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ലൈവ് വീഡിയോയിലൂടെ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ല എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ടമ്മമാരും എന്നെ നോക്കിയിട്ടില്ല എന്ന് പറയുന്നു. നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയാ, കാരണം ആ പയ്യൻ കുഞ്ഞായിരുന്നപ്പോഴേ അങ്ങോട്ട് പോയെന്നല്ലേ പയ്യൻ പറയുന്നത്. അപ്പം പിന്നെ രണ്ടമ്മമാരും നോക്കാൻ സാധ്യതയില്ല. രണ്ടമ്മമാരുടെ കൂടെ ഇരുന്നാലും അല്ലെങ്കിൽ മറ്റുള്ള അമ്മമാരുടെ പെറ്റമ്മ അല്ലാതെ ഏതൊരു വളർത്തമ്മയുടെ കൂടെ ഇരുന്നാലും എൻ്റെ കുഞ്ഞിന് നല്ലൊരു ഭാവി കാലം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിലായിരിക്കും. കാരണം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാർക്ക് മറ്റുള്ള നമ്മുടെ അടുത്ത് കൂലിപ്പണിക്കാരെ പോലെ രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വീട്ടിലെത്തി എന്നുള്ളൊരു പ്രവണത ഉണ്ടാവില്ല. കാരണം അവർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, ചിലപ്പോൾ 10 ദിവസം, അതിൽ നീണ്ട ദിവസങ്ങൾ എടുത്തുനിന്നിരിക്കും. വരുമ്പം കൈ നിറച്ച കാശുമായിട്ടായിരിക്കും മടങ്ങി എത്തുന്നത്. മകനെ ഒന്നുപോലെ നോക്കാനോ നോക്കിയെന്ന് വരികയില്ല ഈ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീ, രണ്ടാമതോ മൂന്നാമതോ കയറി വന്ന ഒരു സ്ത്രീ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പേരൻസിന്റെ ഒപ്പം കൊണ്ടാക്കിയതിന്റെ കാരണം. അത് ശരിയായിരിക്കും. ഏതൊരു മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു മാതാപിതാക്കളോ, അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അത്തരം ഒരു ജീവിത ചുറ്റുപാട് വരുമ്പോഴത്തേക്ക് അവർ ഇത്തരം നടപടികളൊക്കെയാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമാണ്. പിന്നെ അപ്പൻ ഒരുപാട് ഫൈനാൻഷ്യലി കടം വന്നു അപ്പന് എന്ന് ആ പയ്യൻ പറയുന്നു. അതിന് പറയാൻ കാര്യം കൊറോണ കാലത്ത് ഇത്തരം ഞങ്ങൾ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് വീട്ടിൽ ഞങ്ങളെ കൂടാതെ മൂന്നാനമ്മയുടെ, അതായത് രേണുവിൻ്റെ വീട്ടുകാരൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരുപാട് ഫൈനാൻഷ്യലി ബാധ്യത ഉണ്ടായെന്ന് പറയുന്നു. ഈ 2-3 മാസം നമ്മൾ അടച്ചുപൂട്ടി വീട്ടിൽ കിടന്നപ്പോഴും ആഘോഷപരമായ ജീവിതം ആയിരുന്നില്ല സാധാരണക്കാരായ ഏതൊരു മനുഷ്യനും. അതൊരു കടമെന്ന് പറയാൻ പറ്റുകയില്ല. അത്തരം കടങ്ങളൊക്കെ അദ്ദേഹത്തിന് വീട്ടാന്നുള്ളേ ഉള്ളൂ. അദ്ദേഹത്തിന് ഫൈനാൻഷ്യലി ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഒരു തരത്തിലായിരിക്കും. കിച്ചുവിൻ്റെ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ, അതായത് മാതാപിതാക്കളെ പറ്റിയുള്ള, പ്രത്യേകിച്ചും അപ്പൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഭാര്യമാര്, അതായത് അമ്മമാരിലൂടെയാണ് കൂടുതലും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടായിരിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ മൂന്നാനമ്മ തന്നെ, എൻ്റെ കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മൂന്നാനമ്മ തന്നെ സുധിച്ചേട്ടൻ മരിക്കുന്ന കാലം വരെ അവരൊരു കുടുംബ സ്ത്രീയായിട്ട് അങ്ങേയറ്റം ഒതുങ്ങി കഴിഞ്ഞിരുന്നവരാണ്. സുധിച്ചേട്ടൻ്റെ മരണശേഷമുള്ള ആദ്യകാലങ്ങളിൽ അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പിന്നെയാണ് ഇവർ ഈ കലാകാരി സ്വയം രൂപാന്തരപ്പെട്ട് എത്തിക്കഴിഞ്ഞപ്പോഴുള്ള അവരുടെ ജീവിത ശൈലിയും അവരുടെ പ്രവർത്തന ശൈലിയും സംസാര ശൈലിയിലും ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിൽ പിന്നെയാണ് അവർ കൂടുതൽ റീച്ചായത്. മനഃപൂർവ്വം റീച്ചാക്കുന്നതാണോ, നെഗറ്റീവ് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അതിലെന്താ തെറ്റ്, ഞാൻ അങ്ങനെ ചെയ്യുന്നതിലെന്താ തെറ്റ്, എൻ്റെ കുഞ്ഞുങ്ങളെ ആര് പോറ്റും എന്നുള്ളൊരു മനോഭാവത്തിലൊക്കെ മനഃപൂർവ്വം നെഗറ്റീവ് ഷെയ്ഡ് കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് അവർ ഇത്തരം പ്രവണത തുടർന്ന് വരുന്നതാണോ എന്നും നമുക്കറിയാൻ പറ്റുകയില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത് കിച്ചുമോൻ്റെ അഭിപ്രായങ്ങൾ. കിച്ചുമോന് അച്ഛനോട് വളരെ സ്നേഹമുണ്ട് എന്നത് സത്യം തന്നെയാണ്. അത് തന്നെയാണ് കിച്ചുമോൻ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം ലൈവിൽ അപ്പനുമായിട്ട് അവസാന കാലഘട്ടത്തിൽ എന്തോ ഒരു തർക്കവും മറ്റോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണും, പിള്ളേരെല്ലാം ഉണ്ടായി കാണും. കാരണം സ്വാഭാവികമാണ്. സ്വന്തം അമ്മ ഇല്ലാതിടത്തോളം കാലം മറ്റൊരു അമ്മ സ്ത്രീയായിട്ട് മറ്റൊരു സ്ത്രീ വീട്ടിലെ അമ്മയായിട്ട് വാഴുന്നു. അതിനൊപ്പം തന്നെ തനിക്ക് വേണ്ട പരിഗണന അവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ കുട്ടികൾ മാനസിക സമ്മർദ്ദം കൂടും. അതനുസരിച്ച് അതിൻ്റെ ഒരു ശൈലി അവർ ജീവിതത്തിൽ പ്രകടിപ്പിച്ചെന്നിരിക്കും. അപ്പനുമായിട്ട് ചിലപ്പോൾ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അപ്പൻ്റെ ഈ ജീവിത ശൈലിയെ പറ്റി നിരന്തരമുള്ള മദ്യപാനമോ അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വിവാഹം കഴിച്ച് മുന്നേറിയ ആ ശൈലിനെയൊക്കെ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടാകും. അത് ആ പയ്യന് മാനസികമായ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണല്ലോ അവൻ ആ ലൈവിൽ കരയുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ വിലയിരുത്തൽ, അതായത് പേരൻസിൻ്റെ ജീവിത ശൈലി, ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമുണ്ട് പേരൻസിൻ്റെ. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പേരൻസുകൾ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഇടപഴകുന്ന ശൈലി ആയിരിക്കുകയല്ല അവരുടെ വ്യക്തിപരമായുള്ള ജീവിത ശൈലികൾ. അപ്പം അതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ കുഞ്ഞു പറഞ്ഞ അഭിപ്രായത്തിനോട് എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര്
റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇറങ്ങുന്നുണ്ടാവും. ഇറങ്ങിക്കോട്ടെ, അവർ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചെയ്യാം പറയുകയും വേണം, തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. കുട്ടികളായിട്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിതം, അതായത് നമ്മുടെ കുടുംബജീവിതം എന്നുദ്ദേശിക്കുന്ന ഭാര്യ, മക്കള്, മൂന്നാം സ്ഥാനത്താണ് കുട്ടികൾ വരുന്നത്. കുട്ടികളും കൂടെ ഉൾപ്പെടുന്നതാണ്, സമ്മതിച്ചു. പക്ഷെ ഇതിനകത്ത് ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ തന്നെ വേറൊരു പുതിയൊരു അമ്മയാണ്, ചിറ്റമ്മയായിട്ടും പറയാം നമുക്ക്. അതിന് ഓൾറെഡി ഒരു കുട്ടിയുമായി. അത്തരം ഒരു കാഴ്ചപ്പാടിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മറുപടി ആയിക്കോട്ടെ എന്ന രീതിയിൽ ആ പയ്യൻ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സുധിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കലാകാരൻ തന്നെയാണ്. എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെരുവഴിയിൽ വെച്ച് അവസാനിച്ചു. പക്ഷെ അതിൻ്റെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും, അല്ലെങ്കിൽ മകനും, മൂന്നാം ഭാര്യയുടെ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് ജീവിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മൂന്നാം ഭാര്യയുടെ പുതിയ അവതാരമാണ് ഇത്തരം ഒരു ചർച്ചകൾക്ക്. എന്തിനധികം പറയുന്നു, ഞാൻ ഈ വീഡിയോ പോലും ചെയ്യേണ്ട ഒരു ചുറ്റുപാടിലേക്ക് എത്തിപ്പെട്ടത് അവരുടെ ഇപ്പോഴത്തെ ജീവിത ശൈലിയാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല, അറിയാവില്ല. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിത് കൊടുത്ത കേസിനും അല്ലെങ്കിൽ ആ ചുറ്റുമതിൽ പണിത കേസിനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ നിരന്തരം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നത് അവരുടെ ശൈലി കൊണ്ടാണ്, ജീവിത ശൈലിയും അവരുടെ ഏതൊരു കാര്യത്തിനും അവർ പറയുന്ന മറുപടി ശൈലികളൊക്കെയാണ് ഇത്തരം ചർച്ചകൾ അവർ വിധേയരാകേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകുകയല്ലായിരുന്നു. അവർ കലാകാരിയായിട്ട് മുമ്പോട്ട് പൊക്കോട്ടെ, അതിനൊന്നും പരാതിയൊന്നും നമുക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. കലാവാസനയുള്ള അർഹതപ്പെട്ടവർ അവർക്കറിയാവുന്ന പണി ചെയ്ത് ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഏതൊരു വിമർശനത്തിനും മുകളിൽ ഒരു പടി മുകളിൽ ചെന്നിട്ട് നെഗറ്റീവ് ഷെയ്ഡ് മറുപടിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 5 മാസത്തോളം അവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പയ്യനാകട്ടെ ഒരു ടീനേജ് എന്ന ഏജിലേക്ക് എത്തിക്കഴിയുകയും ചെയ്തു. അതിൻ്റെതായ അവനും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലാതിരിക്കുകയല്ല. അല്ലെങ്കിൽ പിന്നെ അവൻ ലൈവിൽ വന്നിട്ട് ഇത്തരം ആശയങ്ങളൊന്നും മുൻവെക്കുകയല്ല, അല്ലേ? ഇപ്പോൾ ആ കുട്ടിക്കും മാനസികപരമായ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും അപ്പൻ്റെ മരണത്തിന് ശേഷം ഇക്കാലം അത്രയും ഉണ്ടായിരുന്നതിൻ്റെ പിന്നിലെ കാരണം അവനും വ്യക്തമാക്കുന്നുണ്ട്. അപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൻ്റെ പേരിലാണെന്നൊക്കെ അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ അണ്ടർലൈനിട്ട് പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പയ്യൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ വന്ന് പറഞ്ഞ, അതായത് അപ്പൻ്റെ ജീവിത ശൈലിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളിൽ 100% നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം 3 വയസ്സ് മുതൽ അവനിവിടെ ഇവരുടെ കൂടെ ഇല്ല, വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു ശൈലി മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്പനെ പറ്റി അവൻ ഒരിടത്തും തള്ളി പറയുന്നില്ല. കാരണം എന്ന് കരുതി ഈ മോൻ പറയുന്നത് നമുക്ക് മുഴുവനും അംഗീകരിക്കാൻ പറ്റുകയില്ല. സെയിം ടൈം രണ്ടാം ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ പറ്റി എനിക്ക് മോശമായ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. അവരുടെ കാരണം പറയാനില്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇന്റർവ്യൂകളിൽ അവർ വ്യക്തമാക്കി പറയുന്നുണ്ട് കാര്യങ്ങൾ. അത് ചെയ്തെന്നോ ഇത് ചെയ്തെന്നൊന്നും പറയുന്നില്ല. എന്തുണ്ടെങ്കിലും അവർ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഒരിക്കലും ഇത്തരം വീഡിയോ ആയിട്ട് വരാൻ ആഗ്രഹിച്ച ആളെ അല്ല എന്ന് അവർ അണ്ടർലൈൻ ഇട്ട് പറയുന്നുണ്ട്. ശരി, അവർ ഏറ്റവും അവസാന കാലഘട്ടത്താണ് അവർ രംഗത്ത് വരുന്നത്. അല്ലെങ്കിൽ അവർ ആദ്യമേ വന്ന് വിവരങ്ങൾ പറഞ്ഞതിന് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് എൻ്റെ ജീവൻ തകർന്നു പോയെന്ന് അവർ പറഞ്ഞതിന് അതൊന്നും അവർ പറയാൻ തയ്യാറാകാതെ ഏറ്റവും ലാസ്റ്റ് മൂമെന്റിലാണ് വന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് കിച്ചുമോൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ടും എനിക്ക് യോജിപ്പില്ല എന്ന് തന്നെയാണ്. കാരണം മുമ്പേ ഞാൻ പറഞ്ഞത് തന്നെയാണ്, കുട്ടികൾക്കൊന്നും നമ്മുടെ ജീവിത ചുറ്റുപാടിനെ പറ്റി വിലയിരുത്താനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അനുഭവങ്ങളിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. പഠിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ തലയിൽ കയറിയെന്നിരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സ്റ്റേജിലെ അതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ. കാരണം ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ പല കുടുംബങ്ങളിലും, എൻ്റെ ബന്ധുമിത്രാദികളുടെ പല കുടുംബങ്ങളിലും ഇത്തരം നിരന്തരം വഴക്കും വയ്യാവലിയൊക്കെ ഉണ്ടാകുന്നതും 2-3 കുട്ടികളുള്ള പാരൻസുകൾ വഴക്കും വയ്യാവലി ഉണ്ടാകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൂടെ എന്താ പറയുക, ആത്മഹത്യ ചെയ്ത കേസ് വരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മരണപ്പെട്ട കേസുകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അന്നേരമൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ അവരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അവരുടെ വീടുകളുമായിട്ട് അവരുമായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴും അവർ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പിന്നാമ്പുറത്ത് എന്താണ് ഉണ്ടായത് എന്നൊന്നും നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റിയിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ഏജ് മെച്യൂരിറ്റി വരുമ്പോഴാണ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, എവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ഉത്ഭവിക്കുക എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മറ്റൊന്നുമല്ല, കിച്ചുമോന് തള്ളിപ്പറയുകയല്ല എൻ്റെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ആ കുട്ടിയുടെ പ്രായപക്വതയില്ലാതെ കാലത്തെ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ലൈവിൽ വന്ന് അവതരിപ്പിച്ചത്. അതിനെ നമുക്ക് വലിയ മുൻതൂക്കം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ നിങ്ങളുടെ മാന്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.